ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നിധിയുടെ അച്ഛൻ നിധിയുടെ നാട്ടിലെത്തുന്നുണ്ട്. ആ സമയത്ത് അറിയാതെ നമ്മുടെ സുധീഷിൻ്റെ വണ്ടിയിലാണ് കയറുന്നത്. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ മകളെ ഞാൻ 7 ദിവസം കൊണ്ട് നിന്നിരുന്ന് വേർപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും അയാൾക്ക് നിധിയുടെ വീട് കണ്ടെത്താൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മുടെ സുഭാഷേട്ടൻ ആ വഴി പോയിരുന്ന സമയത്ത് ചോദിക്കുന്നു. സുഭാഷേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ നിധിയുടെ അച്ഛനല്ലേ? അതെ, ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നാൽ വരൂ പറഞ്ഞിട്ട് എന്തായാലും സുഭാഷേട്ടൻ വീട്ടിലേക്ക് നിധിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നിധിക്കാണെങ്കിൽ അച്ഛനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അച്ഛൻ്റെ മടിയിൽ കിടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യേണ്ട. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടനാണെങ്കിൽ നിധിയുടെ അച്ഛന് ഗംഭീര ഊണൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ചെറിയ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നിധിയുടെ അച്ഛൻ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ ഇന്ന് രാത്രി ഇവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് നിധിയുടെ അച്ഛൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. സുഭാഷേട്ടനാണെങ്കിൽ നിധിയുടെ അച്ഛനുണ്ട് വേണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ബാത്റൂമൊക്കെ നേരെ കഴുകി കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിധിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. നിധിയുടെ മുന്നിൽ നമ്മുടെ സുധീഷിനോട് സ്നേഹത്തോടെ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ നിധിയുടെ അച്ഛൻ. നേരം മറിച്ച് നിധി ഇല്ലാത്ത സമയത്താണെങ്കിൽ സുധീഷിനോട് വല്ലാത്ത ദേഷ്യത്തിൽ പെരുമാറുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ പേടിയാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിധിയോട് പറയേണ്ടത്, അത് നിൻ്റെയും കൂടി വീടല്ലേ മോളെ, നീ അവിടേക്കും വായോ, ഒരാഴ്ച അവിടെ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞിട്ട്. എന്തായാലും സുധീഷും നീയും അവിടേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും കൂട്ടിക്കൊണ്ടാകും വരുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ സുധീഷ് പറഞ്ഞേ, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ സമയത്ത് നിധിയുടെ അച്ഛൻ പറയുന്നത്, ഞാൻ നിധിയെ മാത്രം കൊണ്ടുപോകാൻ പറഞ്ഞു. അയ്യോ, നിധി മാത്രം ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് നമ്മുടെ സുധീഷും നിധിയുടെ കൂടെ പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്. നിധി പോകണത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്. നമ്മുടെ നികേഷ് ആണെങ്കിൽ വല്ലാതെ കരയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ നികേഷിന് സമാധാനപ്പെടുത്തുന്നുണ്ട്. കാറിൽ പോണ സമയത്ത് ഡ്രൈവറിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ നിധിയുടെ അച്ഛൻ ഡ്രൈവറോട് ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞിട്ട് നീ ബസ്സിൽ വായോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷിനെ ഡ്രൈവറാക്കുന്നുണ്ട്, അവരെ ഡ്രൈവറാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാ വെച്ചാൽ ഡ്രൈവറെ പറഞ്ഞയച്ചെന്നിട്ട് സുധീഷിനെ ഡ്രൈവറാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിയുടെ അച്ഛൻ പറയുന്നത്, നമ്മുടെ കുടുംബക്കാരും സംസാരിക്കുന്ന സമയത്ത് വേറെ ഒരാൾ കേൾക്കണ്ടല്ലോ മോളെ, നമ്മൾ മാത്രം കേട്ടാൽ മതിയല്ലോ, അതുകൊണ്ടാണ് അവനെ പറഞ്ഞയച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിധിയാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സുധീഷിനെ ഡ്രൈവറാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിധിയുടെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യണത്. എന്തായാലും ഇതുപോലെ മുൻകൂട്ടിയുള്ള എപ്പിസോഡ് അറിയാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.